കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റു കേട്ടോ. അതുകൊണ്ട് നല്ല കാഴ്ചയൊക്കെ കാണാൻ പറ്റി. രാവിലെ തന്നെ നല്ല മഞ്ഞൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല കോടമഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. രാവിലെ തന്നെ പതിവ് പോലെ അടുക്കള ഉദ്യോഗത്തിലേക്ക് കയറി കേട്ടോ. ചായ നേരത്തെ വെച്ചായിരുന്നു കേട്ടോ. ചായ നേരത്തെ വെച്ച് ചായ കൂടി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചക്കത്തേക്കും രാത്രിയിലത്തേനും കൂടെ കൂടി ഒന്നിച്ചാട്ടോ അരിയൊക്കെ ഇടുന്നത്. അരിയൊക്കെ അടുപ്പത്തിട്ടിട്ട് പിന്നെ നമ്മളെ ടേബിളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി തുടച്ച് വൃത്തിയാക്കി വയ്ക്കാം. അങ്ങനെ ടേബിളൊന്ന് അടുക്കി വെച്ചിട്ട് തുടച്ചിട്ടു കേട്ടോ. പൊടിയും പൊട്ടൊക്കെ ചാടി കിടപ്പുണ്ടേ. അപ്പം ടേബിള് വൃത്തിയാക്കിയിട്ടു. ഇന്നത്തെ നമ്മുടെ കറി ചക്കക്കുരു ആണ് കേട്ടോ. ചക്കക്കുരു തേങ്ങ അരച്ച് ചാറ് വയ്ക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ചക്കക്കുരുവൊക്കെ നല്ല തേങ്ങ അരച്ച് ചാറ് വെച്ചു. പക്ഷേ പച്ചമാങ്ങയും ചെമ്മീനും മുരിങ്ങക്കോലൊന്നും കിട്ടിയില്ല. വെറുതെ ചക്കക്കുരു മാത്രമേ ഉള്ളൂ. അത് കറി വയ്ക്കലൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുക്കള പരിപാടി ഇറക്കുക കഴിഞ്ഞു കേട്ടോ. പിന്നെ വിറകുണങ്ങേണ്ട പരിപാടിയാണ്. വിറക് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇതുപോലെ അടുപ്പിൻ്റെ മേലേക്ക് കയറ്റി വെച്ച് ഉണക്കിയെടുക്കും. എല്ലാ മഴക്കാലത്തും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ രാവിലത്തെ മഞ്ഞൊക്കെ മാറി അങ്ങോട്ട് ഒരു തെളിവൊക്കെ വന്നു. എന്നാലും നല്ല വെയിലില്ല, ചെറിയ വെയിലൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മുറ്റത്തിൻ്റെ അവസ്ഥ ഇതാണ് ഗൈസ്. എന്ത് ചെയ്യാനാ, കഴിഞ്ഞ ദിവസം മൊത്തം അടിച്ചു കളഞ്ഞതാണ്. വീണ്ടും ഇത് തന്നെയായി. ഈ ഒരൊറ്റ മരത്തിൻ്റെ ഇലയാണ് ആ കിടക്കുന്ന ഇല മൊത്തം. ഇനി ഈ ഇലകളെല്ലാം പൊഴിഞ്ഞ് തീരാതെ മുറ്റം വൃത്തിയാകൽ നടക്കില്ല. പിന്നെ നമ്മളിന്ന് വീട് ഫുള്ളൊന്ന് ക്ലീനിങ് ആയിരുന്നു കേട്ടോ. കുറേ ചപ്പും ചോറൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ കൊണ്ടേ കത്തിച്ചു. ഇതാണ് കേട്ടോ വീടിൻ്റെയൊക്കെ ഒരു രൂപം. വീടിൻ്റെ ഒരു ലുക്ക് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പഴയ വീടാണ്, തേച്ചിട്ടൊന്നുമില്ല. ഫുള്ള് ചൂടുകട്ടയ്ക്ക് കെട്ടിയ വീടാണ് കേട്ടോ. ഇതാണ് നമ്മളെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോഴിങ്ങനെയാണ്. മുറ്റത്തിനപ്പുറം റോഡാണ് കേട്ടോ. ആനക്കമ്പം മൂത്ത് സകലയിടത്തും ആനയുടെ കലണ്ടറും ഫോട്ടോയും ഒക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ടി വി ഒക്കെ വെച്ച് വാർത്തയൊക്കെ ഇടയ്ക്ക് കാണും. സീരിയൽ അങ്ങനെയൊന്നും എനിക്കിഷ്ടമല്ല, ഞാൻ കാണില്ല. വൈകിട്ട് ഒരു 6 മണിയാകുമ്പോൾ അലാറം വെച്ച പോലെ കൊതുക് വരും. ആ കൊതുകിനുള്ള മാതിരി ഗുഡ് നൈറ്റിൻ്റെ മെഷീൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ തയ്യൽ മെഷീൻ ഇപ്പം വലിയ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് റെസ്റ്റിലാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ചുരിദാർ ഇതൊക്കെ തയ്ച്ചായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ അടുക്കളയെ. ഇതൊക്കെ ഞാൻ വേറൊരു ദിവസം വീഡിയോയിൽ കാണിക്കാം. ഇപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ച് നോക്കും. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ചോറുണ്ടു. തക്കാളി കറി, ഇന്നലത്തെ തക്കാളി കറി ഞാൻ ചൂടാക്കി എടുത്തതാണ്, അതേ ഉള്ളൂ. പിന്നെ ചക്കക്കുരു കറിയുണ്ട്. രണ്ടും കൂട്ടി ചോറ് കഴിച്ചു കേട്ടോ. ചോറ് കഴിച്ചിട്ട് കുറച്ച് നേരം ഇരുന്നു. അപ്പം നല്ല വെയിൽ തെളിഞ്ഞു കേട്ടോ. വെയിൽ തെളിഞ്ഞപ്പോൾ ഞാൻ മുറ്റമടിക്കാൻ ഇറങ്ങി. നട്ടുച്ചയ്ക്കാണോ മുറ്റമടിക്കണമെന്ന് ചോദിക്കണ്ട, ഇപ്പോഴാണ് അടിക്കാനുള്ള അവസരം, കാലാവസ്ഥ തന്നത്. ഇത് കുറച്ച് പുല്ലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞിട്ട് മുറ്റമൊക്കെ അടിച്ചിട്ടു കേട്ടോ. മുറ്റം അടിക്കാൻ നോക്കിയിരിക്കും, അടുത്ത കാറ്റ് വീശിയിട്ട് ഇലയെല്ലാം കൂടെ ചാടും കേട്ടോ. മുറ്റമൊക്കെ അടിച്ചു. മുറ്റം അടിച്ചിട്ട് കഴിഞ്ഞതായി നമ്മുടെ അയൽവക്കത്തെ മണിയനും പരിവാരങ്ങളും വെയിൽ കൊള്ളാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒട്ടുപാലം അവിടെ ഉണങ്ങാനും ഇട്ടിട്ടുണ്ടേ. അത് ഉണങ്ങിയിട്ട് വേണം ഈ മാസത്തെ ചിട്ടി പൈസ കിടക്കാൻ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോയി കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു, അതൊക്കെ അലക്കിയിട്ടു കേട്ടോ. ഉണങ്ങി കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയില്ല, എന്നാലും വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടിയാൽ അത്ര ആശ്വാസമാവുമല്ലോ. മഴക്കാലത്ത് ഏറ്റവും പാട് ഈ തുണി ഉണങ്ങലും ഒക്കെയാണ്. അലക്കി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മേലൊക്കെ നനഞ്ഞല്ലോ, പോയി കുളിക്കുകയും കൂടി ചെയ്തു. അലക്കും കുളി അങ്ങനെ കഴിഞ്ഞു.
കുളിയൊക്കെ കഴിഞ്ഞ് തലയൊക്കെ തോർത്തിട്ടൊന്ന് കെട്ടി വയ്ക്കും കുറച്ച് നേരത്തേക്ക്. പിന്നെ മുടി കെട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് മഴ പെയ്തു പോയി കേട്ടോ. ചെറിയൊരു ചാറ്റമഴ പെയ്തു പോയി. മഴയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് സമയം കാലമൊന്നുമില്ല, തോന്നുമ്പോൾ പെയ്യുമല്ലേ. അങ്ങനെ മഴ നോക്കിക്കൊണ്ട് നിന്നപ്പം നമുക്ക് മീൻ വന്നു കേട്ടോ. ഇന്ന് മീനായിട്ട് കൊഴുവ, ചെമ്പല്ലി, പിന്നെ എനിക്ക് പേരറിയാത്ത എന്തോ ഒരു മീൻ. ചേട്ടൻ എന്തോ പേര് പറഞ്ഞു, എനിക്ക് തിരിഞ്ഞില്ല. അങ്ങനെ ഞാൻ കൊഴുവയാണ് കേട്ടോ വാങ്ങിയത്. കുഴപ്പമില്ലാത്ത കൊഴുവ കേട്ടോ. ഈ ചേട്ടൻ പിന്നെ നല്ല മീനാ കൊണ്ടുവരുവോളെ. നല്ല മീനാണെങ്കിൽ പുള്ളി മീൻ കൊണ്ടുവരത്തുള്ളൂ. ഈ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ നമ്മൾ മീൻ വാങ്ങത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ 1 കിലോ കൊഴുവ വാങ്ങിയിട്ടുണ്ട്. ഇന്ന് എടുക്കുന്നില്ല, അടുത്ത ദിവസം എടുക്കാം. കാരണം ഈ ചേട്ടൻ ഇനിയിപ്പോൾ എന്നാ വന്നേന്ന് അറിയില്ല, ചിലപ്പോൾ അടുത്ത ആഴ്ചയ്ക്കായിരിക്കും. അപ്പം മീൻ മേടിച്ച് വെക്കും. കഴിഞ്ഞ ദിവസത്തെ മീനിൻ്റെ ബാക്കിയാട്ടോ ഇരിക്കുന്നത്. പിന്നെ വൈകിട്ട് നമ്മൾ ചായക്ക് ബജി ഉണ്ടായിരുന്നു, ചായ കുടിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.